കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ കടയിൽ വരെ പോവാണ്. കടയിലല്ല, ജംഗ്ഷന് വരെ പോവാം. പോയിട്ട് ഇപ്പം ഇങ്ങ് പോരും. ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം. കുഞ്ഞിന് ഉടുപ്പെടുക്കാൻ പന്തളത്ത് വയ്യമ്മലാണ് ഞങ്ങൾ പോയത്. ഇവിടെ നല്ല മഴയായിരുന്നു കൂട്ടുകാരെ. ഒത്തിരി വലുതായിട്ടില്ല, എന്നാലും ചെറിയ മഴയായിരുന്നു. ഇപ്പം ഇത്തിരി തോന്നിട്ടുണ്ട്. അമാരെ ഒരു ദിവസം കൊണ്ട് അമാര് ഒരു ദിവസം കാപ്പിക്ക് റസ്ക് വാങ്ങിച്ചു. ചോറ് വെക്കുകയാണ്. ഇനി മീൻ കറി വെക്കണം. ഇന്നലെ കൊണ്ടുവന്ന മീനിൻ്റെ പകുതി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് അരി വെന്തിട്ട് അത് കറി വെക്കണം. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച മീനിൻ്റെ കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇനിയും കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മീൻ വാങ്ങിച്ചാലും ചിക്കൻ വാങ്ങിച്ചാലും അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് ഇതുപോലെ മാറ്റി വെക്കും. പിറ്റേന്നത്തേക്ക് ഇച്ചിരി കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിറ്റേന്ന് ചിലപ്പോൾ അഥവാ മേടിക്കുവാണെങ്കിൽ അത് ഇതുപോലെ ചേർത്തങ്ങ് വെക്കും. ഏറെ ഉണ്ടെങ്കിൽ കുറച്ച് പിന്നെയും മാറ്റി വെക്കും. ഇന്ന് മീൻ വാങ്ങിച്ചില്ല, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുവിധം ശരിയായി വരുന്നു. അടുപ്പത്തല്ല ഇന്ന് വെച്ചത്, കാരണം വിറവ് നമുക്ക് കുറവാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മാവിൻ്റെ കമ്പ് വെട്ടി കീറിയിട്ടത്, പക്ഷെ ഉണങ്ങിയിട്ടില്ല. പിന്നെ അത് ഒരുവിധമൊക്കെ എങ്ങനെയൊക്കെയോ വെച്ച് എൻ്റെ കൂടെ കുഞ്ഞു മടത്ത് ഉണങ്ങിയതൊക്കെ വെച്ച് പൊടിയൊക്കെ വെച്ച് ഒരുവിധമൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അരി അടപ്പേ കിടക്കുന്നതുകൊണ്ട് പിന്നെ മടിച്ചു. വിറവ് നല്ലതാണെങ്കിൽ പിന്നെ നമുക്ക് അടുപ്പിലോട്ട് തീ കത്തിച്ച് വെക്കാം. അത് കത്തിപ്പിടിക്കാനും പാടാ, പിന്നെ കത്തുന്നുമില്ല, ഇങ്ങനെ നിൽക്കും. അതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്യാസിലോട്ടങ്ങ് മീൻ കറി വെച്ചു. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ ഇങ്ങനെ ഒരുവിധം അടുക്കളയിൽ നടക്കുന്നതേ ഉള്ളൂ. ഇന്നലെയൊക്കെ നേരത്തെ ചോറും കറിയും വെന്ത്, ഇന്ന് ഇച്ചിരി താമസിച്ചു. പിന്നെന്താണ്, പിന്നെ വിശേഷം, നാളെ നമ്മുടെ ചെക്കിമോടെ 28 കെട്ടാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും രാവിലെ ഉടുപ്പും വാങ്ങിച്ചുകൊണ്ട് 9 മണിയാകുമ്പോൾ അങ്ങ് എത്തണം. 9-നും 10-നും ഇടയ്ക്കുള്ളൊരു സമയത്താണ്. 9:45 കാണും. അങ്ങനെയാണ്. 9:45 സമയം പറഞ്ഞെങ്കിലും 9 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പറ്റുന്ന സമയത്ത് 28 കെട്ടാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നാളെ 9 മണിയാകുമ്പോഴത്തേന് അങ്ങ് എത്തണം. മോളാണ്, പ്രത്യേകം ഓർത്തോണം, മോളാണ്. അപ്പോൾ കുഞ്ഞ് ഉടുപ്പ് കൊണ്ടുവരണം, ഫ്രോക്ക് കേട്ടോ. മോക്കൊക്കെ ഉള്ള ഉടുപ്പുണ്ടല്ലോ, കുഞ്ഞ് ഫ്രോക്ക്, അത് കൊണ്ടുവരണം കേട്ടോ. അങ്ങ് വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും നാളെ രാവിലെ അങ്ങ് എത്തണം. പിന്നെന്താണ്, സന്തോഷം കൊണ്ട് പറഞ്ഞാൽ കൂട്ടുകാർ, എല്ലാവരും അവിടെ ദൂരത്തൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാൻ വരാൻ പറ്റില്ല എന്നെങ്കിലും മനസ്സുകൊണ്ട് എല്ലാവരും അവിടെ എത്തണം കേട്ടോ. മനസ്സുകൊണ്ട് എല്ലാവരും എൻ്റെ ചക്കിമോടെ അടുത്ത് എത്തണം. അല്ലാതെ എനിക്ക് വരാനും പോകാനൊന്നും ആരുമില്ല കൂട്ടുകാരെ. പിന്നെന്താണ്, ഇപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെന്താണ്, പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരുന്നു. പിന്നെ ഇന്ന് ഇങ്ങനെ പൊതുവേ ഇന്നങ്ങ് മടിച്ചിരുന്നു ജോലിയൊക്കെ ചെയ്യാൻ. ഇന്ന് രാവിലെ ഞാനും മൂത്ത മോനും കൂടെ പിന്നെ കടയിൽ പോയി കുഞ്ഞിന് ഉടുപ്പൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി ഉടുപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെ ഇനി നാളെ രാവിലത്തേക്ക് നോക്കി. പക്ഷേ എൻ്റെ മോക്കാണ് നൈറ്റാണ് കേട്ടോ. അവൾക്ക് 7:30 വരെ അവിടെ ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ എപ്പോൾ ഒരുങ്ങി അങ്ങ് ചെല്ലും എന്നുള്ള കാര്യത്തിലാണ് ഒരു വിഷമം. എങ്കിലും കഴിവതും നേരത്തെ എത്താൻ നോക്കണം. നൈറ്റ് ആയതുകൊണ്ട് അവൾക്ക് അവധി എടുക്കാനും പറ്റില്ല. അല്ലായിരുന്നു അവൾ അവധി എടുത്തേനെയായിരുന്നു. പിന്നെ വേറെ എന്താണ്, പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഏട്ടൻ മോളെ കൊണ്ടുവിടാൻ പോയതാണ്, വന്നില്ല ഇതുവരെ. നമുക്കിന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല കൂട്ടുകാർ. പിന്നെ ഇപ്പം മീൻകറി നമ്മൾ വെക്കും, എല്ലാ കൂട്ടുകാർക്കും അറിയാം. എങ്കിലും നമ്മൾ മീൻകറി വെക്കുന്നതിൻ്റെ ഒന്നും അതാ ഇന്ന് കാണിക്കാം. ഇന്നലെയും കാണിച്ചല്ലോ. അപ്പോൾ ഇന്നും കാണിച്ചു കാണിച്ച് എൻ്റെ കൂട്ടുകാരെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ.
പിന്നെന്താണ്, അങ്ങനെ മീൻകറി മാത്രമേ ഉള്ളൂ ഇന്ന് നമുക്ക് കറി. പിന്നെ ഒരു തോരനും ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തോ മടിയായിരുന്നു എനിക്കങ്ങ് ജോലി ചെയ്യാൻ കേട്ടോ. എങ്കിലും ഒരുവിധം എല്ലാം ചെയ്തു. പിന്നെ വേറെ എന്താണ്, അതൊക്കെ തന്നെയാണ് വിശേഷം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണം. എല്ലാവരുടെയും കമൻറ്റ് നോക്കിയിരിക്കുകയാണ് ഞാൻ. കമൻറ്റ് കാണുമ്പോഴാണ് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും കമൻറ്റ് ഇടണം. ബൈ കൂട്ടുകാരെ.